ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജേർണി വിത്ത് ആഷ്. അപ്പോൾ ഇന്ന് മുതൽ ഞാനൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഡേ 1, ഡേ 2, ഡേ 3 എന്നും പറഞ്ഞ് വേറെ ഒന്നുമല്ല, ബീൻ അലോൺ ഇൻ ബത്താം ഇന്തോനേഷ്യ. അതായത് ഞാൻ ഒറ്റയ്ക്ക് ഉള്ള ബത്താമിലെ എൻ്റെ ലൈഫിനെ പറ്റിയാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ചിന്തിക്കുക, അപ്പോൾ ജോയൽ എവിടെയാണ്? അപ്പം ജോയലിന് കുറച്ച് ദിവസത്തേക്ക് ഷിപ്പിലോട്ട് പോകണം, അതായത് അവരൊരു സെയിലിങ്ങിന് പോകണം. അപ്പം കുറച്ച് ദിവസം എടുക്കും പോയിട്ട് തിരിച്ചു വരാനായിട്ട്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. എനിക്കിത് ആദ്യമായിട്ടൊന്നുമല്ല. ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഈ ബത്താമിൽ വന്ന സമയത്ത് ഇതുപോലായിരുന്നു ജോയൽ. ഞാൻ വന്നതെന്ന് പറഞ്ഞാൽ ജൂൺ ഒരു 13 ആയപ്പോഴാണ് വന്നത്. എന്നിട്ട് ജൂലൈ 1 ആയപ്പോഴേക്കും ജോയലിന് ഇതുപോലെ ഒരു 2 ദിവസത്തേക്കെന്നും പറഞ്ഞ് അവർ വിളിച്ചതാണ്. പക്ഷേ ഓഗസ്റ്റ് പകുതി, അതായത് 1.5 മാസം കഴിഞ്ഞിട്ടായിരുന്നു പിന്നെ ജോയൽ തിരിച്ചെത്തിയത്. അന്ന് ഞാൻ നല്ല രീതിയിൽ ലൈഫിൽ ആദ്യമായിട്ടായിരുന്നു അങ്ങനെ ഒരു അപ്പാർട്ട്മെന്റിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത്. ഞാൻ അതുവരെ ഇങ്ങനെ ഹോസ്റ്റലിലോ ഒന്നുമല്ല, ഞാൻ ഇങ്ങനെ നിന്ന് പഠിക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഫുൾ ഫാമിലിയുടെ കൂടെ ആയിരുന്നു. അപ്പോൾ ഇത് ലൈഫിൽ ആദ്യമായിട്ടായിരുന്നു ഞാൻ പുറത്തോട്ട് വരുന്നത്. അതുപോലെ തന്നെ വന്ന സമയത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്നത് എല്ലാം ഫസ്റ്റ് ടൈം ആയിരുന്നു. അന്ന് നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തായിരുന്നു ഞാൻ. ഈ ഒറ്റയ്ക്ക് നിന്നിട്ട് നല്ല രീതിയിൽ പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ പേടിയുണ്ടായിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു. രാത്രിയായ ഉറക്കം വരത്തില്ല. ചിലപ്പോൾ 2 മണി 3 മണി ടൈമിലെല്ലാം എഴുന്നേറ്റിരിക്കും ഉറക്കം വരാതെ. നമുക്ക് ഈ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്നതിൻ്റെ എല്ലാത്തരം പ്രോബ്ലംസും ഉണ്ടായിരുന്നു. പിന്നെ പയ്യെ ഇപ്പം ഒരു 3 കൊല്ലം ആകാൻ പോകുന്നേ ഉള്ളൂ. 3 കൊല്ലമല്ല, 2 കൊല്ലമായി ഇവിടെ വന്നിട്ട്. കല്യാണം കഴിഞ്ഞിട്ട് 3 കൊല്ലം ആകാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം 2 കൊല്ലം ഇവിടെ വന്നിട്ട്. അപ്പം അത് കുറച്ച് എക്സ്പീരിയൻസ് ചെയ്ത് കുഴപ്പമില്ല. ഇതിപ്പം കുറച്ച് ദിവസത്തേക്കെന്ന് പറഞ്ഞാണ് പോകുന്നത്. ഞാനും കുറച്ച് ദിവസമേ കാണത്തോളം എന്ന് കരുതുന്നു. അപ്പം അത്രയും ദിവസം ഈ അപ്പാർട്ട്മെന്റിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പം ഞാൻ കരുതി ഒരു വ്ളോഗ്, ഇതുപോലെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാന്ന്. അപ്പം എനിക്ക് എന്തൊക്കെയാണോ ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് എൻ്റെ ഒരു സിറ്റുവേഷൻ എന്നൊക്കെ ഇങ്ങനെ വ്ളോഗിൽ കൂടി ചെയ്യുമ്പം അതൊരു ജേർണൽ പോലെ ആവുകയും ചെയ്യും. എനിക്കൊരു റിലീഫുമാണ്. എങ്ങനെ നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ ഒരു വ്ളോഗ് സ്റ്റൈൽ എടുത്തു കഴിയുമ്പം നമ്മുടെ ഒരു ജേർണലിങ് പോലെ. അപ്പം നമ്മൾ ആരോട് സംസാരിക്കും, നമുക്കൊരു ലോൺനെസ് ഫീൽ ചെയ്യത്തില്ല. പിന്നെ ബാക്കി എല്ലാവരും ഉണ്ട്, ഫ്രണ്ട്സ്, ബാക്കി മലയാളീസ്, ഫാമിലീസ് എല്ലാവരും ഉണ്ട്. എന്നാലും നമ്മൾ ഈ ഒരു വീട്ടിൽ, അതായത് അപ്പാർട്ട്മെന്റിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു ഫീലിംഗ് വേറൊരു ലെവലാണ് നൈറ്റൊക്കെ ആകുമ്പോൾ. എക്സ്പീരിയൻസ് ചെയ്തവർക്ക് കുഴപ്പമില്ല. ഞാനൊക്കെ ഇതൊക്കെ ആദ്യമായിട്ടൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പം നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഇപ്പം എഴുന്നേറ്റതേ ഉള്ളൂ. ഇനി സാധനങ്ങൾ മേടിക്കണം. കാരണം കുറച്ച് ദിവസത്തേക്ക് ജോയൽ കാണത്തില്ല, അപ്പം കാറ് കാണത്തില്ല, എനിക്ക് ഡ്രൈവിങ് പറഞ്ഞുകൂടാ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോകണം. അപ്പം ഇന്നലെ വരെ ജോയൽ ബിസി ആയിരുന്നു. അപ്പം ഇന്ന് രാവിലെ പോയി വേണം മേടിക്കാനുള്ളതെല്ലാം. അപ്പം നമ്മൾ നേരെ മാർക്കറ്റിലോട്ട് പോകണം. ഇപ്പം മാർക്കറ്റിൽ പോകാനായിട്ട് ഞങ്ങൾ റെഡിയായി. അപ്പം ഇറങ്ങി. കുറച്ചൊന്ന് ധൃതിയിലാണ്, കാരണം എല്ലാ സാധനവും മേടിച്ച് റെഡിയാക്കി പോകണ്ടേ. അതുകൊണ്ട് ഒന്ന് സ്പീഡപ്പാക്കുവാണ് പ്രോസസ്സ്. അപ്പം നമുക്ക് നേരെ മാർക്കറ്റിലോട്ട് പോകുന്നു. അവിടെ പിന്നെ ഞാൻ ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടല്ലോ, ആ മാർക്കറ്റിൽ തന്നെയാണ് പോകുന്നത്. ഇവിടെ നഗോയ മാളിൻ്റെ അടുത്തുള്ള. അതുകൊണ്ട് അവിടെ അകത്ത് കയറുന്ന പ്രത്യേകിച്ചൊന്നും എടുക്കുന്നില്ല, ജസ്റ്റ് ഒരു ഓവർവ്യൂ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. വണ്ടി എടുത്തുകൊണ്ട് നേരെ ഞങ്ങൾ മാർക്കറ്റിലോട്ട് പോകാനായിട്ട് ഇറങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊന്ന് പെട്രോൾ പമ്പിലോട്ട് ഒന്ന് കയറിയായിരുന്നു, പെട്രോൾ അടിക്കാനുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ പോകുന്ന വഴിക്കാണെങ്കിൽ കുറച്ച് ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വർക്കിംഗ് ഡേ ആയിരുന്നല്ലോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ പോലീസ് വണ്ടി പോകുന്ന വഴിക്ക് കണ്ടതാണ്. അതിനുശേഷം ഞങ്ങൾ നേരെ നഗോയ മാർക്കറ്റിലാണ് പോയത്. ഞങ്ങൾ വന്ന സമയം തൊട്ടേ ഇവിടെ വരുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ മാർക്കറ്റിലോട്ട് വരുന്നത്. കുറച്ച് സിറ്റിയിലോ, ഞങ്ങളുടെ അവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, ഒരു 20 മിനിറ്റ് ദൂരോളം ഉണ്ട്. ആ നിൽക്കുന്ന ആൾക്കാരില്ലേ, പാർക്കിംഗ് ഫീ മേടിക്കാനായിട്ട് നമ്മൾ സാധാ പോകുമ്പം ഇല്ല ഗേറ്റ് അങ്ങനെ അതിനെന്തുവായിരുന്നു പറയുന്നത്, പാർക്കിംഗ് ഗേറ്റ് വഴി അത് കാണും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ആൾക്കാർ നിന്നിട്ട് എടുക്കാൻ വേണ്ടി പൈസ മേടിക്കും. ഇപ്പം ചുമ്മാ നമ്മൾ കാറ് വരുമ്പോൾ ഇങ്ങോട്ട് നിർത്ത്, ഇറക്കുമ്പോൾ ഇങ്ങോട്ട് ഇറക്ക് എന്ന് പറഞ്ഞു കാണിച്ച് അങ്ങനെ മേടിക്കാൻ നിൽക്കുന്ന ടീംസാണ് ഇതൊക്കെ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനു മുമ്പേ ബഹളം വെച്ച് ഇതൊക്കെ നിർത്തുമായിരുന്നു. പക്ഷെ ഇവിടെ മിക്ക പ്ലേസിലും ഗേറ്റും ഉണ്ട്. ആ ഗേറ്റ് ഇല്ലാത്തടുത്ത്, അല്ലെങ്കിൽ പാർക്കിംഗ് ഗേറ്റ് അത് ചെയ്യാത്തടുത്ത് ഇങ്ങനത്തെ ആൾക്കാരെയാണ് ഇവർ നിർത്തിയേക്കുന്നത്. അപ്പോൾ സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ നിന്ന് മേടിച്ച് അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോയിട്ട് വേണം ജോലിന് പാക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി. സാധനമൊക്കെ മേടിച്ച് തിരിച്ച് അപ്പാർട്ട്മെന്റിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഈ കാറിൽ ഡ്രൈവ് ചെയ്ത് കുറച്ച് ദിവസം പറ്റത്തില്ല പോകാൻ.
കാരണം എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല. ലൈസൻസ് എടുക്കാൻ വേണ്ടി പഠിക്കും, പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കത്തില്ല. അതാ എനിക്ക് പറ്റിയ പ്രശ്നം. ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ആ സിറ്റുവേഷൻ മനസ്സിലാക്കുന്നത്. അപ്പം ശരി, എന്നാൽ ഞാൻ അകത്തോട്ട് പോവാ. ഇപ്പൊ ഇവിടെ 8:45 കഴിഞ്ഞ് 9 മണിയാവാൻ പോവാ. അപ്പം പെട്ടെന്ന് ആ സമയം പോകുന്നത്. രാവിലെ ഒരു 7:30 കഴിഞ്ഞപ്പം ഇറങ്ങിയതാണ്. അപ്പം എല്ലാം മേടിച്ചിട്ടൊക്കെ വന്നപ്പം ലേറ്റായി. സൂപ്പർ മാർക്കറ്റിലൊന്നും കയറാൻ പറ്റിയില്ല. ഇപ്പം അടുത്തുള്ള ടോപ്പ് 100-ൽ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ ഇനിയിപ്പം ഞാൻ തന്നെ ഇറങ്ങി മേടിക്കാമെന്ന് കരുതി. ഇവിടുന്ന് നടന്നു പോയാൽ മതിയല്ലോ. അയ്യോ, സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വന്ന് എല്ലാം ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ച്, പച്ചക്കറി സാധനങ്ങൾ പിന്നെ ഫിഷ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എടുത്തു വെച്ചു. ഇപ്പം സെറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ജോയൽ പാക്കിംഗ് ആയിരുന്നു. ഇപ്പം പാക്ക് ചെയ്യുന്നതേ ഉള്ളായിരുന്നു. പിന്നെ പാക്കിംഗ് പരിപാടിയെല്ലാം കഴിഞ്ഞ് ജോയലൊന്ന് ഫ്രഷപ്പ് ആവാൻ പോയിരിക്കുകയാണ്. അതിനുശേഷം 10 മണിയാകുമ്പോൾ ജോയൽ പോകും. 10 മണി തൊട്ട് ഞാനിവിടെ ഒറ്റയ്ക്കാവുകയാണ്. ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട്. കാരണം ഇത്രയും ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളല്ല. അപ്പം പെട്ടെന്ന് കുറച്ച് ദിവസത്തേക്ക് കാണത്തില്ല എന്ന് തോന്നുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക വിഷമം, ഫീലിങ്സ് ഒക്കെ വരുമല്ലോ. കാരണം ഞങ്ങൾ രണ്ടുപേരും ആയിരുന്നല്ലോ ഇവിടെ താമസിക്കുന്നത്. കാരണം ഒരു ബോണ്ടിങ്ങിന് ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ളൊരു ബോണ്ടിങ്ങിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കാം. പെട്ടെന്ന് ഒരാൾ കുറച്ച് ദിവസത്തേക്ക് മാറി നിൽക്കുമ്പം നമുക്ക് അതിൻ്റെതായ ഒരു വിഷമവും ഫീലിങ്സ് ഒക്കെ ഇല്ലേ. അങ്ങനെ ചെറിയ ഫീലിങ്സ് ഒക്കെ ഉണ്ട്. ഈ കുറച്ച് ദിവസത്തേക്ക് ഒറ്റയ്ക്കാണല്ലോ എന്നുള്ളൊരു ഫീലിങ്സ് ആണ് കൂടുതലും. ഇനി പുറത്തോട്ട് ഇറങ്ങണമെങ്കിൽ നമ്മളിങ്ങനെ ഒന്നെങ്കിൽ ഗ്രാബ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഇതാണ് ഡ്രൈവിങ്. അതറിയാത്തതിൻ്റെ പ്രശ്നമാണ് ഞാൻ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇവിടെ ഡ്രൈവ് ചെയ്യുന്നത് ഇത്തിരി പാടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇവിടുത്തെ സ്കൂട്ടറുകാരല്ലേ, അവർ ഓട്ടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ പേടി. അവരിങ്ങനെ നമ്മുടെ നേർക്ക് വരികയാണ്, ഇരിക്കാനായിട്ട് വരുന്ന പോലെയാണ് അവരുടെ ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ജോല് ടാറ്റയൊക്കെ പറഞ്ഞ് എയർപോർട്ടിലോട്ട് പോയി. അതിനുശേഷം ഞാൻ നേരെ ഒന്ന് ഫ്രഷായി. എനിക്ക് വീട്ടിൽ കുറച്ച് ജോലി ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ നൈറ്റ് ആയപ്പോഴാണ് ഒന്ന് വീഡിയോ എടുക്കാൻ കയറിയത്. അത് കുറച്ച് നേരം എഡിറ്റിംഗ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെയായിരുന്നു ചെയ്തത്. ഒറ്റയ്ക്ക് ഇരുന്നിട്ടാന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് ബോറടിക്കുന്നു. അപ്പം വീട്ടിലെല്ലാവരെയും വിളിച്ചു, ജോയലിനെ വിളിച്ച് കുറച്ച് നേരം എഡിറ്റിംഗ് ചെയ്യാമെന്ന് കരുതി. എഡിറ്റിംഗ് ചെയ്യാനുണ്ട് വീഡിയോ. അപ്പം എഡിറ്റിംഗ് ചെയ്യാമെന്ന് കരുതി. എഡിറ്റിംഗ് ചെയ്തിട്ട് ഒരു ശൂന്യത വീട്ടിനകത്ത്. എന്നിട്ട് നമ്മുടെ കൂടെ ഒരാളുള്ളപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചിരിക്കുമ്പം അറിയത്തില്ല. ജോല പറയാറുണ്ട് എന്നോട്, നിന്റെ വാ കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കൂ, എനിക്ക് കുറച്ച് നേരം മൊബൈലിൽ റീലൊന്ന് കാണണം എന്ന് ജോല പറയാറുണ്ട്. നമുക്ക് ഒറ്റയ്ക്കാകുമ്പം ഒരു ബുദ്ധിമുട്ടാണ്. ഞാൻ കരുതി കുറച്ച് സമയം എങ്ങനെ കളയണം. വീട്ടുകാരെ ശല്യം അല്ലെങ്കിൽ TV എന്തെങ്കിലുമൊക്കെ നോക്കിയിരിക്കണം. അപ്പം ഞാൻ കുറച്ച് നേരം TV എന്തെങ്കിലും കണ്ടിട്ട് വരാം. എന്നിട്ട് മിക്കവാറും കിടക്കാനായിരിക്കും പോകുന്നത്. അപ്പം ഞാനപ്പം കുറച്ച് നേരം TV ആണ്. നിങ്ങളുടെ പണികൾ ചെയ്തോളൂ. TV ഒക്കെ കണ്ട ശേഷം വീണ്ടും മൊബൈലിൽ തന്നെയായിരുന്നു നോക്കിയിരുന്നത്. അങ്ങനെ ഇന്നത്തെ ഒരു ഡേ എൻഡ് ചെയ്യാറായിട്ടുണ്ട്. അപ്പം എനിക്ക് ചെറുതായിട്ടൊന്ന് ഉറക്കം വരുന്നുണ്ട്. ഒരു 12 മണി ആവാറായിട്ടുണ്ട്. അപ്പം ഇനിയും വെറുതെ ഇരുന്ന് ഉള്ള ഉറക്കം കളയണ്ടല്ലോ. അപ്പം ഞാൻ കരുതി പോയി കിടന്ന് ഉറങ്ങാമെന്ന്. ഈ ഉറക്കം വരുന്ന സമയത്ത് നമ്മളൊന്ന് പോയി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരും. ഇല്ല, വീണ്ടും മൊബൈലിൽ കളിച്ചിരുന്നാൽ ഉറക്കമൊന്നും വരത്തില്ല. അപ്പം ഇന്നത്തെ എൻ്റെ Day 1 വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നമുക്ക് നാളെ Day 2 വീഡിയോയും കാണണം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.